ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ രണ്ട് സഹാബാക്കൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മഹദിക്ക് അത്ഭുതകരമായി തോന്നിയ ഒരു സംഭവത്തെ ഓർത്തെടുക്കാൻ വേണ്ടി പറയുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്പം ആലോചിച്ച ശേഷം പറഞ്ഞു, നബി തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും അത്ഭുതം നിറഞ്ഞതാണ്. എന്നാലും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സംഭവമുണ്ട്. ഒരു രാത്രി ഞങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് നബിതങ്ങൾ എന്നോട്, ആയിഷ എന്നെ വിടൂ, ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കരിക്കട്ടെ എന്നാവശ്യപ്പെട്ടു. ഞാൻ നബിതങ്ങളോട് മറുപടി പറഞ്ഞു, അങ്ങയോടൊപ്പം കഴിയുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. എന്നാലും അങ്ങയുടെ ആഗ്രഹം നിറവേറ്റുന്നതിൽ ഞാൻ സംതൃപ്തയാണ്. എൻ്റെ അനുവാദം ലഭിച്ച നബി നമസ്കരിക്കാൻ വേണ്ടി തുടങ്ങി. നമസ്കാര ശേഷം നബിതങ്ങൾ കരഞ്ഞു. ആ കരച്ചിലിന്റെ ആധിക്യം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ വിവരിക്കുന്നുണ്ട്. നബിതങ്ങളുടെ താടി നനഞ്ഞു, നബിതങ്ങൾ ധരിച്ച വസ്ത്രം നനഞ്ഞു, നബിതങ്ങൾ ഇരുന്ന സ്ഥലം പോലും നനഞ്ഞു. അവസാനം സുബഹി ബാങ്ക് കൊടുക്കാനുള്ള അനുമതി തേടി ബിലാൽ റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ അടുക്കലെത്തി. ഞങ്ങൾ കരയുന്നത് കണ്ടപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, എന്തിനാണ് അങ്ങ് ഇത്രയും കരയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായി പറഞ്ഞു, അഫല അകൂനു അബ്ദൻ ശക്കൂറ, ഞാൻ നന്ദിയുള്ള ഒരടിമയാകേണ്ട ബിലാലെ. നാം ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു മറുപടിയാണത്. നബിതങ്ങൾ ജീവിതത്തിൽ ആസ്വദിച്ച, അനുഭവിച്ച സുഖങ്ങളും സൗകര്യങ്ങളും നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ കുറവായിരുന്നു. ഒന്ന് കൈ ഉയർത്തിയാൽ മുകളിൽ തട്ടുന്നതായിരുന്നു നബിതങ്ങളുടെ വീടിൻ്റെ മേൽക്കൂര. കിടന്നുറങ്ങിയാൽ മേനിയിൽ പാട് വീഴുന്ന മെത്തയിലായിരുന്നു തങ്ങൾ കിടന്നുറങ്ങിയിരുന്നത്. അവിടുത്തെ വീട് പലപ്പോഴും പട്ടിണിയിലായിരുന്നു. എന്നിട്ടും അള്ളാഹുവിൻ്റെ മുന്നിൽ എത്ര നന്ദിയുള്ള ദാസനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആയിഷ ബീവിയുടെ മറുപടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ദിവസവും 3 നേരമോ അതിലധികമോ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ, കെട്ടിടപ്പുള്ള ഒരു വീട്ടിൽ കുടുംബത്തോടൊപ്പം കഴിയുന്ന നമ്മൾ, അനുഗ്രഹങ്ങളുടെ പേമാരിയുടെ നടുവിൽ ജീവിക്കുന്ന നമ്മൾ, അള്ളാഹുവിൻ്റെ മുന്നിൽ ആത്മാർത്ഥമായി കരഞ്ഞതെപ്പോഴാണ് എന്നൊന്ന് ഓർത്തു നോക്കുക. അങ്ങനെ ഒരു കരച്ചിൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ എത്രയധികം നന്ദി കെട്ട അടിമകളാണ് നാം ഓരോരുത്തരും.